എങ്ങനെ VS ഓർത്തെടുക്കുന്നു? കേരളത്തിൽ കഴിഞ്ഞ ദിവസം വരെ ജീവിച്ചിരുന്ന പഴയ തലമുറയിലെ ഏക നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സഖാവ് VS. സഖാവ് VS ഏതാണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ്സിനേക്കാൾ കൂടുതൽ കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, വിപ്ലവ പ്രസ്ഥാനത്തിന്, സാധാരണ മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ള പോരാട്ടങ്ങൾ നടത്തിയ ജീവിതമായിരുന്നു 102 വയസ്സുവരെ ജീവിച്ച. അത് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവിർഭവിക്കുന്ന ആദ്യ നാളുകളിൽ നടന്ന വിപ്ലവ പോരാട്ടങ്ങൾക്ക്, വിശേഷിച്ചും പുന്നപ്രവേലാർ സമരത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച സഖാവാണ്. ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി VS നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ അവസരത്തിൽ എല്ലാ ചരിത്രമറിയുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഈ അവസരത്തിൽ ഓർത്തെടുക്കും. സഖാവ് P. കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്ത നാളുകൾ മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ അധികാരത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. പിന്നീട് ഇങ്ങോട്ട് 57 ഗവൺമെൻറ് മുതൽ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം മുഴുവൻ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൻ്റെതാണ്. പല പാർട്ടികൾ ചേരുന്നു. അപ്പോൾ ഒറ്റയ്ക്കൊരു പാർട്ടി കേരളത്തിൽ ഭരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ആ ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം ഒളിവിലും അതിനുശേഷം തെളിവിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഗ്രാമാന്തരങ്ങളിൽ കെട്ടിപ്പടുക്കുന്ന നേതാക്കന്മാരുടെ പട്ടികയിൽ VSൻ്റെ പേരൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതുപോലുള്ള അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിൽ, നിയമസഭയിൽ, ഗവൺമെൻറ്റിൽ ഒക്കെ പ്രവർത്തിക്കുമ്പോഴും ആ തുടക്കത്തിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള അവരുടെ പ്രശ്നങ്ങളോടും അവരുടെ താല്പര്യങ്ങളോടുമുള്ള പ്രതിബദ്ധത കൈവിടാതെ ഭരണത്തിലായാലും പ്രതിപക്ഷത്തായാലും നിയമസഭയിലായാലും പാർട്ടിക്കകത്തായാലും പുറത്തായാലും എവിടെയും സമരം. അതാണ് VS. അതാണ് ഈ അവസരം. തീർച്ചയായും അജിംഷാദ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ സമരം ഈ 102-ാം വയസ്സിൽ തീർച്ചയായും അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്കൊക്കെ കൊടുക്കൂ. അവരെങ്ങനെയാണ് VSനെ കാത്തു നിൽക്കുന്നത്, VSനെ അനുസ്മരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമുക്കറിയാം. കാരണം ഈ വിലാപയാത്ര മംഗലപുരം എത്തിയതേ ഉള്ളൂ, തിരുവനന്തപുരം പോലും വിട്ടിട്ടില്ല. മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് അവർ അക്ഷമയോടെ. തീർച്ചയായും അജിംഷാദ്, ഇവിടെ കൈകളിൽ പൂക്കളുമായി വരെ VSനെ കാത്തു നിൽക്കുന്ന വനിതാ സഖാക്കളടക്കം ഇവിടെയുണ്ട്. എങ്ങനെയാണ് VSനെ ഓർത്തെടുക്കുന്നത്? VSനെ ഓർത്തെടുക്കുവാൻ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ജീവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കാണുവാൻ ഞങ്ങൾ വൈകിട്ട് 5 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്ന്. എൻ്റെ വീട്ടിൽ പിടിച്ച പൂവാണ്. അദ്ദേഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ആ പുണ്യാത്മാവിനെ, അവസാന നിമിഷം ആ സമരവീര നായകനെ ചരിത്രത്തിൽ ഒന്നുകൂടി കാണുവാൻ ഞങ്ങളിവിടെ എത്തിച്ചേർന്നതാണ്. ഞങ്ങൾ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരാണ്. തീർച്ചയായിട്ടും അജിംഷാദ്, ചുവന്ന ചെത്തിപ്പൂക്കളുമായി VSനെ, ചുവന്ന താരകത്തെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി വനിതാ സഖാക്കൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെ VSനെ ഓർത്തെടുക്കും? VSനെ ഓർത്തെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം കരതീർന്ന ഒരു സഖാവ്, ജനങ്ങളെ കെട്ടിപ്പടുക്കുന്ന, ക്രൗഡിനെ പുള്ളി ചെയ്യുന്നതിൽ മിടുക്കനായ നേതാവ്. ഞാനൊരു ജനപ്രതിനിധിയാണ്. ത്രിതല സംവിധാനത്തിൽ 50% സ്ത്രീകളെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണ്.
സ്വാഭാവികമായിട്ടും എന്ത് എതിർപ്പുകൾ വന്നാലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനഹിതത്തിന് വഴങ്ങുന്നതാണെങ്കിൽ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു കുടുംബനാഥനാണ്. അതിനപ്പുറം എന്തൊക്കെയോ ആണ്, പറയാൻ വാക്കുകളില്ല. തീർച്ചയായും അജിംഷാദ്, പറയാൻ വാക്കുകളില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ ഭരണാധികാരിയാണ് VS. ആ VSനെയാണ് ഓർത്തെടുക്കുന്നത്. ഇവിടെ നിരവധി ആളുകൾ VSനെ കാത്ത് ഇവിടെ നിൽക്കുകയാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ സമരനായകൻ VSനെ ഓർത്തെടുക്കുന്നത്? എൻ്റെ ചെറിയ പ്രായം മുതലേ VS സഖാവ് എന്ന് പറയുന്നത് എങ്ങനെ സഖാവ് ഇങ്ങനെ ഇത് കൊണ്ട് നടക്കുന്നു, ഇത്രയും ധൈര്യമായിട്ട് ശക്തമായിട്ട് ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടു നടന്ന ഒരു സഖാവ് വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുന്നപ്പുര വയലാർ സമയത്തായാലും അതിന് ശേഷമുള്ള ഇത് മരിക്കുന്നതിന് മുമ്പ് വരെയും സഖാവിൻ്റെ പ്രവർത്തനം അത് എങ്ങനെ കാണണം എന്ന് വെച്ചാൽ ഒരു അതിശയമാണ്. VSന് പകരം VS തന്നെ വേറൊരു ആളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും അജിംഷാദ്, VSന് പകരം വേറൊരാളില്ല എന്നുള്ളതാണ് ഇവിടെ എത്തിയ ഓരോ ആയിരങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്. VSന് പകരം വെക്കാൻ വേറൊരു നേതാവില്ല. ഇത്രയേറെ സമര പോരാട്ടങ്ങൾ നയിച്ച പ്രിയപ്പെട്ട VS, അതുപോലെ തന്നെ ജനങ്ങളുടെ സാധാരണക്കാർ, അതുമാത്രമല്ല ഒരു കാലഘട്ടത്തിൽ VSനെ വികസന വിരോധി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നതെങ്കിൽ ആ VS അധികാരത്തിൽ വന്നപ്പോഴാണ് കേരളത്തിൽ പുതിയ IT പാർക്കുകൾ ഉണ്ടായത്. ആ VSന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ UDF സർക്കാർ അടച്ചുപൂട്ടിയ 30-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചത്. ആ VSന്റെ കാലഘട്ടത്തിലാണ് ആ സ്ഥാപനങ്ങളൊക്കെ ലാഭത്തിലായത്. ആ VSന്റെ കാലഘട്ടത്തിലാണ് KSRTC അടക്കം കേരളത്തിൽ ലാഭത്തിലായത്. VS അച്യുതാനന്ദനെ അവസാനമായി കാണാനായി കാത്തിരിക്കുകയാണ് കൊല്ലം. ആ കൊല്ലത്തിൻ്റെ വാക്കുകളാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കേട്ടത്, കണ്ടത്. ആ മംഗലപുരത്തേക്ക് എത്തിയിരിക്കുന്നു VSനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഓരോ ഇഞ്ചും കടക്കാൻ മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യം. ദർബാർ ഹാളിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ടിട്ട് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയിലേക്ക് പോലും അടുക്കാനാകാതെ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്തും മണിക്കൂറുകളായി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. എന്തിന്? VSനെ അവസാനമായ ഒരു വട്ടം കാണാൻ, അവരുടെ ഹൃദയപുഷ്പം VSന് അർപ്പിക്കാൻ, മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ. അതിൽ CPIM എന്ന് മാത്രമല്ല, ഇടതുപക്ഷം എന്ന് മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളാകെ കേരളത്തിൻ്റെ ആ ദേശീയപാതയുടെ തെരുവിലേക്ക്